നമസ്കാരം. ജനകീയത, സുരക്ഷ, കാര്യക്ഷമത, സുസ്ഥിരത എന്നീ അടിസ്ഥാന ലക്ഷ്യങ്ങളെ മുൻനിർത്തി KSRTCയുടെ പ്രവർത്തനങ്ങളിൽ സേവന നവീകരണവും അതേപോലെ സാങ്കേതിക പരിവർത്തനവും സാമൂഹിക ഉത്തരവാദിത്വം ഉൾപ്പെടെ കാര്യക്ഷമമായി വിനിയോഗിക്കുന്നതിനും ഡേറ്റ അധിഷ്ഠിത തീരുമാനമെടുക്കൽ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് കൂടുതൽ കരുത്തുള്ള ടിക്കറ്റിംഗ്, ബുക്കിംഗ് സംവിധാനം ഉൾപ്പെടുത്തുന്ന പരിപാടിയാണ് ഇന്ന് പ്രധാനമായിട്ടും ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത്. മന്ത്രി ചാർജ് എടുത്തതിന് ശേഷം എല്ലാ മാസവും നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ജീവനക്കാർക്കും യൂണിറ്റുകൾക്കും സമ്മാനം നൽകുന്ന ഒരു പദ്ധതി ആരംഭിച്ചു എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അത് നല്ലൊരു കാര്യമാണ്. കാരണം KSRTC എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായൊരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ആ ഔദ്യോഗിക സംവിധാനമായിട്ടുള്ള KSRTCയിൽ സഞ്ചരിക്കുമ്പോൾ ജനങ്ങളുമായി നല്ല അടുത്ത സൗഹൃദം, അടുത്ത ബന്ധം, ഇതൊക്കെ കാത്തു സൂക്ഷിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു നയം വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് UDFൻ്റെ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ ബസ്സുകൾ, KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര എന്നുള്ളത്. മറ്റ് ചില സംസ്ഥാനങ്ങളും ആ സംവിധാനങ്ങളുണ്ടെങ്കിലും സ്ത്രീകൾക്ക് മൊത്തം APL BPL കാർഡ് വ്യത്യാസമില്ലാതെ സൗജന്യ യാത്ര നടത്തുന്ന കേരളത്തിലാണ്. അപ്പോൾ എനിക്കൊന്ന് തെലുങ്കാനയിലാണെങ്കിൽ ഔട്ട്സൈഡ് തെലുങ്കാനക്കാർക്ക് ആ പ്രയോജനം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കർണാടകത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ BPL കാർഡുകാർക്ക് എന്നാണ് കർണാടകത്തിലെ നിയന്ത്രണം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലാവർക്കും, എല്ലാ സ്ത്രീകൾക്കും ഓർഡിനറി ബസ്സിൽ ഇപ്പോൾ ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൻ്റെ ആദ്യഘട്ടമായി ആനുകൂല്യം പ്രഖ്യാപിച്ചു. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ജൂൺ 15 ഡേറ്റ് ഇട്ടുകൊണ്ട് ആ തീരുമാനം പ്രഖ്യാപിക്കുകയും ജൂൺ 15 തീരുമാനം നടപ്പാക്കുകയും. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ബഹുമാന്യായ ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ K മുരളീധരൻ, ഇവിടെ സന്നിധനായിട്ടുള്ള ഡോക്ടർ PS പ്രമോദ് ശങ്കർ, നമ്മുടെ KSRTCയുടെ MD, വളരെ അടുക്കും ചിട്ടയോടും കൂടി KSRTC മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. തീർച്ചയായിട്ടും മാധ്യമങ്ങളുടെ എല്ലാം വലിയ പിന്തുണ, ജനങ്ങളുടെ വലിയ പിന്തുണയാണ് KSRTCക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ബഹുമാന്യായ ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ KSRTC ഒരു സൺസെറ്റ് ഇൻഡസ്ട്രിയാണ്. അതിൻ്റെ ഒരു അസ്തമയം കാണാൻ പോവുകയാണ്. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് 10 വർഷം മുൻപ് തന്നെ, അതിനും 10 വർഷം മുമ്പ് തന്നെ ഇംഗ്ലീഷുകാരെല്ലാം നേരിട്ട് വന്ന് ഇവിടെ ആരംഭിച്ച ട്രാവൻകൂർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് പിന്നീട് 65-ൽ KSRTC ആയി, കോർപ്പറേഷനായി. ഇന്ത്യയിലാകെ കോർപ്പറേഷനുകളുണ്ടായി. ഇപ്പോൾ അതിൻ്റെ അവസാനമായി എന്ന് കരുതിയ പലരും ഇപ്പോൾ തിരിച്ചു ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നത് ജനങ്ങൾക്കും ഈ ഗവൺമെന്റിനും ഏറെ ആഹ്ലാദകരമായ ഒരു കാര്യമാണ് എന്ന് അഭിമാനപൂർവ്വം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സൺസെറ്റിൽ നിന്ന് ഒരു പുതിയ സൺറൈസ് ഇൻഡസ്ട്രിയായി അല്ലെങ്കിൽ സർവീസായി KSRTC മാറും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതിനായി എല്ലാവരുടെയും പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മറ്റൊരു തെറ്റായ ധാരണയും ഒരു കോൺസെപ്റ്റ് ഉണ്ടായി. ഇതിനെല്ലാം തടസ്സം നിൽക്കുന്നത് ഇവിടുത്തെ യൂണിയനുകളാണ്, ഇവിടുത്തെ ജീവനക്കാരാണ്, അവരാണ് ഇതിന്റെ എല്ലാം പ്രശ്നം എന്ന് കരുതുന്ന ഒരു ചിന്താഗതി എങ്ങനെയോ നമ്മുടെ നാട്ടിൽ പരന്നിരുന്നു. പക്ഷേ നമ്മുടെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ജീവനക്കാരെയും തൊഴിലാളികളെയും തൊഴിലാളി യൂണിയനുകളെയും വളരെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോവുക എന്ന ഒരു നയമാണ് ഇതിനകം നമ്മൾ നടത്തിയിട്ടുള്ളത്. യൂണിയനുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് സമയവും മന്ത്രിയുടെ ഓഫീസിലേക്ക് വരാൻ, ഞാൻ അവിടെ ഉണ്ടെങ്കിൽ കാണാം. പ്രത്യേകിച്ച് അതിന് അപ്പോയിൻമെൻറ്റും ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ആവശ്യമാണ് എന്ന് തോന്നുമ്പോൾ അവിടെയാണല്ലോ വരുന്നത് പല കാര്യം. അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ചർച്ച ചെയ്യണമെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുത്ത് വിപുലമായിട്ടുള്ള ചർച്ചകൾ ചെയ്യാം. ചില സമരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതും ചർച്ചയിലൂടെയാണ് നമ്മൾ പരിഹരിച്ചത്. അതിനെ ഒന്നും അടിച്ചമർത്താനോ അല്ലെങ്കിൽ അതിനെയെല്ലാം ഒരു വലിയ ഒരു അപകടമാണ് എന്ന് കാണാനോ ഒന്നും തന്നെ നമ്മൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല.
അങ്ങനെ എല്ലാവരുടെയും ജനങ്ങളുടെയും തൊഴിലാളികളുടെയും യൂണിയനുകളുടെയും എല്ലാം സഹകരണത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ പണത്തിന്റെ കുറവുണ്ട്. ആ കുറവ് നികത്തുന്നത് മറ്റാരുമല്ല, നമ്മുടെ ധനകാര്യ വകുപ്പ്, ധനകാര്യ വകുപ്പിന്റെ മന്ത്രി, മുഖ്യമന്ത്രി തന്നെ ആയതുകൊണ്ട് ഒരു ഫയൽ അയക്കൽ കുറവുണ്ട്. കാരണം ധനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അയക്കേണ്ട, മുഖ്യമന്ത്രിക്ക് അയച്ചാൽ ധനമന്ത്രിക്കും കിട്ടുമല്ലോ, അദ്ദേഹം തന്നെയാണല്ലോ ധനമന്ത്രി. അത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ ശമ്പളവും പെൻഷനും മുടങ്ങിയ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം അത് സ്ട്രീം ലൈൻ ചെയ്യുന്നതിന് വേണ്ടി ധനകാര്യ വകുപ്പിൽ നിന്നുള്ള അതത് മാസത്തെ പൈസ കൊടുക്കുക എന്ന ശ്രമകരമായ പണിയാണ് ചെയ്തിരുന്നത്. ഞങ്ങൾ അതിനെ കുറച്ചുകൂടെ സ്ട്രീം ലൈൻ ചെയ്ത് അതിനെ കുറച്ച് സിസ്റ്റമാറ്റിക്കായി ഗവൺമെന്റിന് പണം ലഭിക്കുന്നതിനുള്ള നല്ല ഒരു സിസ്റ്റം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എല്ലാ 25-ാം തീയതി ആകുമ്പോഴും ഒന്ന് ചോദിക്കണം എന്ന കാര്യം മാത്രമേ ഉള്ളൂ. അതെല്ലാം നമ്മുടെ സെക്രട്ടറി ആണെങ്കിലും MD ആണെങ്കിലും അവരോടൊന്ന് ജസ്റ്റ് ഒരു ഫോൺ കോളിൽ ചോദിച്ചാൽ 1-ാം തീയതി ശമ്പളം കിട്ടില്ലേ എന്ന് ചോദിച്ചാൽ യെസ് എന്ന് തന്നെ ആയിരിക്കും ഉത്തരമെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിലും ഞാനത് ചോദിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഈ മാസവും അങ്ങനെ തന്നെയാണ്. ബദലി ജീവനക്കാരുടെ കാര്യത്തിൽ ആദ്യത്തെ കഴിഞ്ഞ മാസത്തിൽ ഒരു ആഴ്ചത്തെ താമസം ഉണ്ടായെങ്കിലും അതും പൂർണ്ണമായിട്ടും കൃത്യമായി കൊടുക്കുക എന്ന ഒരു രീതി തന്നെയാണ്. ഇതിന് സഹായം ആരാണെന്ന് ചോദിച്ചാൽ കേരള ഗവൺമെൻറ്റാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയായിട്ടാണ് പ്രിയദർശിനി തുടങ്ങിയത്. പ്രിയദർശിനിയുടെ പണം മാത്രമല്ല, നമ്മുടെ KSRTCയുടെ ശമ്പളവും പെൻഷനും അടക്കമുള്ള കാര്യങ്ങളിൽ ഗൗരവമായ ഒരു സഹായം അത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കൂടെയാണ് പെൻഷൻ്റെ ഒരു കൺസോർഷ്യം ഉണ്ടാക്കിയിട്ടുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. ഞാനതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആദ്യത്തെ മാസത്തെ പൈസ, ജൂൺ മാസത്തെ പൈസ കൊടുത്തു. ഇനി ജൂലൈ മാസത്തെ പൈസ ഉടനെ തന്നെ കൊടുക്കാനുള്ള റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഒരു നല്ല രീതിയിലേക്ക് KSRTC മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ എല്ലാവരുടെയും സഹകരണം കൂടുതലുണ്ടാകണം എന്ന് പറയുമ്പോൾ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു ടിക്കറ്റിംഗ് സമ്പ്രദായമാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം 149 എന്ന നമ്പറിൽ വിളിച്ചാൽ, ഇപ്പോൾ ഞാൻ തന്നെ എല്ലാ ദിവസവും 149 വിളിച്ചൊരു എൻക്വയറി നടത്തും. അത് ഞാൻ വിളിക്കാമെന്ന് അവർക്കറിയില്ല, പക്ഷേ 149 നിങ്ങൾക്കും ഒന്ന് വിളിച്ച് ചോദിക്കാവുന്നതാണ്. പക്ഷേ വളരെ നല്ല രീതിയിൽ മാന്യമായ തരത്തിലാണ് അവരുടെ മറുപടികളെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ചെറിയൊരു ഡിലേ വരുന്നുണ്ടോ സംശയമുണ്ടോ, കുറച്ച് ആൾക്കാരെയും കൂടെ അതിൽ ആഡ് ഓൺ ചെയ്താൽ നമ്മൾ ഒരു 10 സെക്കൻഡ് ഒരാൾക്ക് അതിൽ കൂടുതൽ കാത്തു നിൽക്കുമ്പോൾ വിഷയം 10 സെക്കൻഡിന് കൊണ്ട് അല്ലെങ്കിൽ 10-12 സെക്കൻഡ് കൊണ്ട് മറുപടി കിട്ടുന്ന ഒരു കോൾ സെൻറ്റർ 149 തുടങ്ങുകയാണ്. ഇതിനു മുമ്പും കോൾ സെൻറ്റർ ഉണ്ടായിരുന്നു, പക്ഷേ അതിന് കുറേ ഡിജിറ്റുകൾ നമ്മൾ അടിക്കണമായിരുന്നു. കാലതാമസം ഉണ്ടായിരുന്നു, ഡിജിറ്റ് കൂടുതൽ അടിക്കണമായിരുന്നു. ഇപ്പോൾ 149 അത് നമുക്ക് പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ അതൊന്ന് കൊടുത്താൽ കൂടുതൽ കോൾസ് വന്നോട്ടെ, ഞങ്ങൾ കൂടുതൽ ആളുകളെ വെച്ച് അത് മാനേജ് ചെയ്തുകൊള്ളാം. മറ്റൊന്ന്, ഇപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബുക്കിങ്ങുള്ള സമ്പ്രദായവും നമുക്കുണ്ടായിരുന്നു, പുതിയ കാര്യമല്ല. പക്ഷേ ഇപ്പോൾ ഞാനിവിടെ ഇരുന്നുകൊണ്ട് ഞാൻ തന്നെയാണ് അത് ബുക്ക് ചെയ്തത്. അതിൽ 3 കാര്യങ്ങളെ ചോദിക്കുന്നുള്ളൂ: നിങ്ങളുടെ പേര്, വയസ്സ്, മെയിൽ ഓർ ഫീമെയിൽ. 3 ക്വസ്റ്റ്യൻ. വേറെ അഡ്രസ്സ്, ഇമെയിൽ, അങ്ങനത്തെ അൺവാണ്ടഡ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കുന്നില്ല. ഇത്രയും കാര്യം അറിയണമല്ലോ. പോകേണ്ട സ്ഥലം, ഇപ്പോൾ എനിക്ക് 277 രൂപയ്ക്ക് ഒരു ടിക്കറ്റ് ഇപ്പോൾ എനിക്ക് പാസ്സായിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇന്ന് എറണാകുളത്തേക്ക് ഇനി യാത്ര ചെയ്യാവുന്ന. മറ്റൊരു കാര്യവും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, പല കമ്പനികളിലും അത് നന്നായി നടക്കുന്നുണ്ട്. ജീവനക്കാർക്കൊരു നടപടി, ജീവനക്കാർക്ക് എപ്പോഴും എല്ലാ സ്ഥലത്തുണ്ട്, പക്ഷെ പ്രോത്സാഹനമില്ല. 4-5 വർഷം കൂടുമ്പോൾ ഒരു പ്രോത്സാഹനം ഉണ്ടായിട്ട് കാര്യമില്ല. എല്ലാ മാസവും നമ്മൾ എല്ലാ ഡിപ്പോയിൽ നിന്നും ആളുകളെ സെലക്ട് ചെയ്ത് 3 പേർക്ക് 3 പേർക്ക് നമ്മുടെ ബെസ്റ്റ് കണ്ടക്ടർ ഡ്രൈവർ എന്ന പേരിൽ എല്ലാ മാസവും അവരുടെ പേര് എല്ലാ ഡിപ്പോയിലും നമ്മൾ പ്രദർശിപ്പിക്കും. എല്ലാ ദിവസവും ഒരു മത്സരമുണ്ട് എല്ലാ ഡിപ്പോകളിൽ. ഞാൻ നമ്മുടെ ബഹുമാനായ നമ്മുടെ അധ്യക്ഷനെ ഇവിടെ ഞാൻ ഒരു നന്ദി പറയാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. കാരണം എല്ലാ MLA-മാർക്കും എല്ലാ MLA-മാരും അധ്യക്ഷനായിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് മാനേജ്മെൻറ്റ് കമ്മിറ്റി എന്ന പേരിൽ ഒരു കമ്മിറ്റി നിലവിൽ വന്നു. 93 കമ്മിറ്റിയാണ് നിലവിൽ വരേണ്ടത്. അതിൽ 80-ലധികം കമ്മിറ്റികൾ നിലവിൽ വന്നു. ബാക്കിയുള്ളതൊക്കെ ഡേറ്റ് ഇട്ട് കഴിഞ്ഞു. അപ്പോൾ MLA ആണ് ചെയർമാൻ. അതുപോലെ തന്നെ അതിൻ്റെ MLA ബൈ ചാൻസ് വന്നില്ലെങ്കിൽ അവിടുത്തെ മുനിസിപ്പൽ ചെയർമാനോ മേയറോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റോ അതിൻ്റെ അധ്യക്ഷനാവാവുന്നതാണ് ആ മീറ്റിങ്ങിൽ. അപ്പോൾ അങ്ങനെ MLA-മാർ വളരെ സന്തോഷത്തോടു കൂടി അവരും ഇന്നിപ്പോൾ രംഗത്ത് വന്നിരിക്കും. അപ്പോൾ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു, മന്ത്രിമാരെല്ലാവരും വരും. അപ്പോൾ ഞാൻ മന്ത്രി, ഇതിൻ്റെ ഈ വകുപ്പിൻ്റെ മന്ത്രി ആയതുകൊണ്ട് ഞാൻ പോയി. പക്ഷേ എന്നെക്കാൾ മുൻപ് ഒരു മന്ത്രി എന്ന രീതിയിൽ നമ്മുടെ ബഹുമാനായ മുരളീധരൻ അവർകളാണ് ആദ്യമായി ആ മീറ്റിങ്ങിൽ പങ്കെടുത്തത് എന്നുള്ളതിന് ഞാൻ അദ്ദേഹത്തെ പ്രത്യേകിച്ച് അപ്പോൾ എനിക്കൊരു ധൈര്യമായി. കാരണം ഇനി മിനിസ്റ്റേഴ്സും കൂടെ അതിന് പോകും, മറ്റ് മിനിസ്റ്റേഴ്സും പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ആ മീറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള കാര്യങ്ങൾ, അപ്പോൾ അതിനൊരു സമ്മാനം വെച്ചിട്ടുണ്ട്.
അല്ലേ? അതിലും അവിടെ മൊത്തമുള്ള ക്ലീൻലിനെസ്, അവിടുത്തെ ഒരു വൃത്തിയാക്കൽ, ആ ഡിപ്പോകളുടെ പ്രവർത്തനം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ അവർക്ക് നേതൃത്വം കൊടുക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒന്ന് ജനകീയവൽക്കരിച്ചു, വികേന്ദ്രീകരിച്ചു.